നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണിച്ചാർ ചാണപ്പാറയിൽ കടമൂരിൽ പാനികുളം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി പിടിയിൽ. തിരുവനന്തപുരം വിളക്കോട് സ്വദേശി പ്രേംജിത്ത് ലാലാണ് പിടിയിലായത്. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കുരങ്ങുകളെ ചത്തനിലയിൽ കണ്ടെത്തി. വയനാട് കരിന്തളം 400 kV ലൈൻ KSEB പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജ് സ്വീകാര്യമല്ലെന്ന് സംയുക്ത ആക്ഷൻ കൗൺസിൽ. വിശദമായ വാർത്തകളിലേക്ക്. കടമുറിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. ചാണപ്പാറയിലെ പാനികുളം ബാബുവിനെയാണ് കടമുറിയുടെ മുകളിലത്തെ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടമുറിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. ചാണപ്പാറയിലെ പാനികുളം ബാബുവിനെയാണ് കടമുറിയുടെ മുകളിലത്തെ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 50 വയസ്സായിരുന്നു. ചാണപ്പാറയിലെ മുളക്കൽ ഫ്രാൻസിസിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. ബാബുവും തിരുവനന്തപുരം വിളക്കോട് സ്വദേശിയുമായ പുത്തൻവീട് പ്രേംജിത്ത് ലാലും അടുത്തടുത്ത മുറികളിലാണ് താമസം. ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലക്ക് കല്ലുകൊണ്ട് അടിയേറ്റ് മരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കേളകം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് നിരവധി ആളുകളായിരുന്നു പ്രദേശത്ത് എത്തിച്ചേർന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കടമുറിയിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രതി പിടിയിൽ. തിരുവനന്തപുരം വിളക്കോട് സ്വദേശി പറമ്പുള്ള പുത്തൻവീട് പ്രേംജിത്ത് ലാലിനെയാണ് കേളകം പോലീസ് പിടികൂടിയത്. കണിച്ചാർ ചാണപ്പാറയിൽ കടമുറിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രതി പിടിയിൽ. തിരുവനന്തപുരം വിളക്കോട് സ്വദേശി പറമ്പുള്ള പുത്തൻവീട് പ്രേംജിത്ത് ലാലിനെയാണ് കേളകം പോലീസ് പിടികൂടിയത്. മദ്യപിച്ച് വഴക്കു പറഞ്ഞതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ചാണപ്പാറയിലെ പാനികുളം ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കുരങ്ങുകളെ ചത്തനിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് 4 കുരങ്ങുകളെ വനത്തിനുള്ളിൽ ചത്തനിലയിൽ കണ്ടെത്തിയത്. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കുരങ്ങുകളെ ചത്തനിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ നടത്തിയ പതിവ് പരിശോധനയിലാണ് വനത്തിനുള്ളിൽ കുരങ്ങുകളെ ചത്തനിലയിൽ കണ്ടെത്തിയത്. 4 കുരങ്ങുകളെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയത്. ഇവയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ കുരങ്ങുകൾ കൂട്ടത്തോടെ ചാകാനിടയായ സംഭവം വ്യക്തമാവൂ എന്ന് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാട് കരിന്തളം 400 kV ലൈൻ KSEB പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജ് സ്വീകാര്യമല്ലെന്ന് സംയുക്ത ആക്ഷൻ കൗൺസിൽ. വയനാട് കരിന്തളം 400 kV ലൈനിന്റെ KSEB പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജ് സ്വീകാര്യമല്ലെന്ന സംയുക്ത ആക്ഷൻ കൗൺസിൽ MLA-മാരായ സണ്ണി ജോസഫ്, സജീവ് ജോസഫ് എന്നിവരുടെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ ചേർന്ന സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ യോഗത്തിലാണ് തീരുമാനം. പിന്നീട് വിപുലമായ ഒരു മീറ്റിംഗ് വിളിച്ചു. എടൂരിൽ എഞ്ചിനീയർമാർ വന്നൊരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ നമ്മൾ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. വളരെ ഗൗരവത്തിൽ തന്നെ എല്ലാവരും സംസാരിച്ചു. ആളുകളും ജനപ്രതിനിധികളും. പിന്നീട് അവരെ ഞങ്ങളെ കുറച്ചുപേരെ മാത്രമായിട്ട് കാണുന്നതിന് വേണ്ടി കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു ദിവസം കണ്ണൂരിൽ സംസാരിച്ചു. ഞാൻ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥരോട് ഇതുവരെ പറയാത്ത ഭാഷയിൽ അവരുടെ മുമ്പിൽ വെച്ച് അവർ കൊണ്ടുവന്ന കടലാസ് വിളിച്ച് ഇരുന്ന സ്ഥലത്ത് വലിച്ചിരുകയാണ്. ഞാൻ നിങ്ങളെ പുറത്തറിയേണ്ടതാണ്, പക്ഷെ എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ അവരെ കുട്ടിങ്ങിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചു. പത്രങ്ങളിലൊക്കെ പത്രക്കാരൊന്നും കൊണ്ട് നിഷേധിച്ചില്ല. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുക സാധാരണ ചെയ്യാത്ത ശൈലി. ഇവിടെ പറഞ്ഞതുപോലെ സ്ഥിരമായ ഒരു മറുപടി പറഞ്ഞ് മുന്നോട്ട് പോയി എന്നല്ലാതെ ഇക്കാര്യത്തിലൊന്നും കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ 400 kV ലൈനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇതിന് സിംഹഭാഗവും കടന്നു പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിൽ 30 കിലോമീറ്ററാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ 87 കിലോമീറ്ററാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. വയനാട് ജില്ലയിൽ 8 കിലോമീറ്ററുകളാണ്. വയനാട് ജില്ലയിലേക്ക് കൂടുതൽ മലപ്രദേശത്ത് കൂടെയാണ് കടന്നത്. ഈ 30 കിലോമീറ്റർ കടന്നു പോകുന്ന കാസർഗോഡ് ജില്ലയിൽ പൊതുവെ ജനസാന്ദ്രത കുറഞ്ഞ
കൃഷിഭൂമിയിലൂടെയാണ് കടന്നത്. ഒരു വർഷമായി പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്ന 400 kV ലൈനിന്റെ പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി KSEB പുറത്തിറക്കിയ കർണാടക മോഡൽ നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ച് ചർച്ച ചെയ്യാനും പുനർനടപടികൾ ചർച്ച ചെയ്യാനുമായിരുന്നു യോഗം. കർണാടക പാക്കേജിനെ നേരത്തെ തന്നെ കർമ്മസമിതി അംഗങ്ങൾ തള്ളിയിരുന്നു. തുടർ സാഹചര്യത്തിൽ 3-ന് നടക്കുന്ന ഉന്നതതല ചർച്ചയിൽ എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. 3-ന് നടക്കുന്ന യോഗത്തിന് മുന്നോടിയായി 1-ന് രാവിലെ 10:30 ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ ഭാരവാഹികളുടെ യോഗം ചേരാനും തീരുമാനമായി. പദ്ധതി നടപ്പിലാക്കുമ്പോൾ വയനാട് മുതൽ കരിന്തളം വരെ വരുന്ന 125 കിലോമീറ്റർ ദൂരത്തിൽ 1500 ഏക്കറിലധികം വരുന്ന കർഷകരുടെ കൃഷിഭൂമിയാണ് നഷ്ടമാകുന്നത്. നിലവിലെ നഷ്ടപരിഹാര പാക്കേജ് പ്രകാരം 50 ലക്ഷം രൂപ വില വരുന്ന ഒരേക്കറിന് 2 ലക്ഷം രൂപ പോലും ലഭിക്കില്ലെന്നും സമിതി കുറ്റപ്പെടുത്തി. നിലവിലെ പാക്കേജുകൾ തള്ളിയ സമിതി മാർക്കറ്റ് വില അടിസ്ഥാനപ്പെടുത്തി പ്രത്യേക പാക്കേജ് രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KSEB പ്രഖ്യാപിച്ച കർണാടക മോഡൽ പാക്കേജിനൊപ്പം സർക്കാരിന്റെ പ്രത്യേക പാക്കേജ് കൂടി ഉൾപ്പെടുത്തുമ്പോൾ കർഷകന് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്നും യോഗം വിലയിരുത്തി. മണിക്കടവ് ഫൊറാന വികാരി ഫാദർ പയസ് പടിഞ്ഞാറേമുറി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC ഷാജി, കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നൽ, മിനി ഷൈബി, ജോബി മാത്യു കണ്ണിക്കാട്, പൈലി വാത്യാട്ട്, ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ തോമസ് വർഗീസ്, ആക്ഷൻ കമ്മിറ്റി കൺവീനർ ബെന്നി പുതിയാമ്പുറം, പഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കടപുഴകി വീണ് മുറിച്ചു നീക്കിയ മരത്തടികൾ റോഡരികിൽ നിന്ന് നീക്കാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പേരാവൂർ നെടുമ്പോൽ റോഡിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മരത്തടികൾ അപകട ഭീഷണി തീർക്കുന്നത്. കടപുഴകി വീണ് മുറിച്ചു മാറ്റിയ മരത്തടികൾ റോഡരികിൽ നിന്ന് നീക്കാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പേരാവൂർ നെടുമ്പോൽ റോഡിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മരത്തടികൾ അപകട ഭീഷണി തീർക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും റോഡിലേക്ക് കടപുഴകി വീണ കൂറ്റൻ മരത്തടികൾ ഉൾപ്പെടെയുള്ളവയാണ് അപകടങ്ങൾക്ക് കാരണമാവും വിധം റോഡരികിൽ തന്നെ കിടക്കുന്നത്. ഇത് വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. റോഡരികിലെ വളവുകളിൽ ഉൾപ്പെടെ മുറിച്ചിട്ട മരത്തടികൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഉൾപ്പെടെയാണ് അപകടക്കെണിയാവുന്നത്. മരത്തടികൾ റോഡിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ എതിരെ വാഹനം വന്നാൽ സൈഡ് കൊടുക്കുമ്പോൾ ഈ മരത്തടിയിൽ ഇടിക്കുന്നതും പതിവാണ്. എത്രയും വേഗം റോഡരികിൽ മുറിച്ചിട്ട മരത്തടികൾ നീക്കം ചെയ്ത് അപകട ഭീഷണി ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും വാഹനയാത്രക്കാരും പറയുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പാൽച്ചുരത്ത് മാലിന്യം തള്ളുന്നവർ ഇനി ജാഗ്രത. കൊട്ടിയൂർ പഞ്ചായത്ത് 4 ലക്ഷം രൂപ ചെലവഴിച്ച് പാൽച്ചുരം ചെകുത്താൻതോടിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഒടുവിൽ പാൽച്ചുരം റോഡിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. രാത്രികാലങ്ങളിലടക്കം പാൽച്ചുരം ചുരം വളവിലും ചെകുത്താൻതോട്ടിലും മാലിന്യം തള്ളുന്നവർ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിവീഴും. കൊട്ടിയൂർ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവിലാണ് പാൽച്ചുരം ചെകുത്താൻതോട്ടിൽ 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. സ്ഥാപിച്ച ക്യാമറകളിൽ ഒന്ന് നൈറ്റ് വിഷൻ ക്യാമറയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ നടക്കും. 1-ാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവറും ഒരു ക്യാമറയും നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. തുടർന്ന് 2-ാം ഘട്ടങ്ങളിലാണ് 2 ക്യാമറകൾ സ്ഥാപിച്ചത്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി ആരംഭിച്ചതെന്നും തുടർന്നും വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പൊട്ടേൽ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. കൊട്ടിയൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പാൽച്ചുരം ബോയ്സ് റോഡിൽ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും ഒക്കെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നതായിരിക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളും എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ CCTV ക്യാമറയുടെ പ്രവർത്തനം നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊട്ടിയൂർ പഞ്ചായത്തിലും വെച്ചത്. നമ്മളിപ്പോൾ പാൽച്ചുരത്താണ് ആദ്യമായിട്ട് വെച്ചത്. അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം ബോയ്സ് ടൗൺ റോഡിലാണ് മാലിന്യങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുതള്ളുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഞ്ചായത്തിൻ്റെ ഏകകണ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. 2 ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ബാക്കി അഡീഷണൽ വർക്കായിട്ട് ഇക്കൊല്ലം സ്ഥാപിക്കുന്നതായിരിക്കും. ചെകുത്താൻതോട്ടിൽ സ്ഥാപിച്ച ക്യാമറകളുടെ ദൃശ്യങ്ങൾ കൊട്ടിയൂർ പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് ഇരിക്കുന്ന ഇരിപ്പിടത്തിന് മുകളിലെ മോണിറ്ററിലാണ് ദൃശ്യങ്ങൾ ലഭ്യമാവുക. കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിലും ദൃശ്യം ലഭ്യമാകും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സാങ്കേതിക സഹായത്തോടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടപ്പാക്കിയ സ്മാർട്ട് ഐ പദ്ധതി പ്രകാരമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. പാൽച്ചുരം ബോയ്സ് ടൗണിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് വർഷങ്ങളുടെ ആവശ്യത്തിനാണ് പരിസമാപ്തിയായത്. ഹൈവിഷൻ ന്യൂസ്, കേരളം.
ഗ്രാമീണ റോഡുകൾ തകർത്ത് ജലനിധിയുടെ പൈപ്പിടൽ. അടക്കാത്തോട് അരുവിക്കര റോഡാണ് ജലനിധിയുടെ പൈപ്പിടൽ കാരണം നശിപ്പിച്ചത്. ഗ്രാമീണ റോഡുകൾ തകർത്തെറിഞ്ഞ് ജലനിധിയുടെ പൈപ്പിടൽ തുടരുന്നു. അടക്കാത്തോട് അരുവിക്കര റോഡാണ് ജലനിധിയുടെ പൈപ്പിടൽ കാരണം തകർത്ത് നശിപ്പിച്ചത്. കേളകം പഞ്ചായത്തിന്റെ മലമടക്കുകളിലാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഉഴുതുമറിച്ച് ജലനിധി പദ്ധതിയുടെ പൈപ്പിടൽ നടത്തുന്നത്. 8-ാം വാർഡിലെ വെണ്ടക്കുഞ്ചൽ ഭാഗത്തേക്കുള്ള അരുവിക്കര റോഡും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡുമാണ് ഉഴുതുമറിച്ച് നശിപ്പിച്ച നിലയിൽ ഉള്ളത്. ഇതേ തുടർന്ന് പാതയിലൂടെ എത്തുന്ന ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. മഴ കനത്തിട്ടും പാതയോരങ്ങളിൽ കുത്തിമാന്തി ജലനിധി പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുമ്പോഴും തകർന്ന് ചെളിക്കുളമാകുന്ന പാതയിൽ ദുരിതയാത്രയിലാണ് ജനം. കനത്ത മഴയുള്ള സമയത്ത് പൈപ്പിടുന്നതിന് എടുത്തിട്ട മണ്ണ് മുഴുവൻ ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങുകയും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വഴുതി വീണ് അപകടമുണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് ജലനിധിക്കായി പൈപ്പിടൽ പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ താൽക്കാലിക അറ്റകുറ്റപ്രവൃത്തി. കുണ്ടുംകുഴി നിറഞ്ഞ റോഡിൽ വാഹനയാത്ര ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രവൃത്തി നടത്തിയത്. നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ താൽക്കാലിക അറ്റകുറ്റപ്രവൃത്തി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വാഹനയാത്ര ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രവൃത്തി നടത്തിയത്. കരാറുകാരൻ പണി തീർക്കാതെ അവഗണിച്ച നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡിലൂടെ ദുരിതയാത്ര നടത്തുന്നത് കൂടുതലും ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. ഇതുവഴിയുള്ള ഓട്ടോറിക്ഷകൾ സർവീസ് നിർത്താൻ ആലോചിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഹൈവിഷൻ ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പാലം പ്രവർത്തിക്കെത്തിച്ച മെറ്റലുകൾ ടിപ്പർ ഉപയോഗിച്ചെത്തിച്ചാണ് കുണ്ടും കുഴിയിൽ നിറഞ്ഞ റോഡിൽ നിരത്തി താൽക്കാലിക ഗതാഗതത്തിന് പരിഹാരമാക്കിയത്. വരും ദിവസങ്ങളിൽ കരാറുകാരൻ പ്രവൃത്തി നടത്തുമെന്ന് അറിയിച്ചതായും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. ആദ്യം നന്ദി പറയേണ്ടത് ഹൈവിഷനോടും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളോടും നാട്ടുകാരോടുമാണ്. എന്തായാലും നമ്മൾ ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു നടപടി സാധ്യമായിട്ടുണ്ട്. തൽക്കാലത്തേക്കെങ്കിലും ഈ റോഡ് ഒന്ന് ഗതാഗതയോഗ്യമായിട്ടുണ്ട്. ഓട്ടോറിക്ഷകൾ പോകാനുള്ള ഒരു സജ്ജീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും നന്ദി പറയേണ്ടത് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളാണ്. എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കുകയും അതുപോലെ തന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണി സുഗമമാക്കി ചെയ്താൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നിപ്പോൾ പണിയെടുക്കുന്നത് ഓട്ടോറിക്ഷക്കാരാണോ? ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ തന്നെ കുറച്ച് നാട്ടുകാരും ഇതിനകത്ത് സംബന്ധിച്ചിട്ടുണ്ട്. കുറച്ച് വ്യാപാരികളും ഇതിനോട് സഹകരിക്കുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് മാഗസിൻ പ്രകാശനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് മാഗസിൻ പ്രകാശനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് പാട്ട് പാടിക്കാൻ ഉൾപ്പെടെയുള്ള പല അജണ്ടകളും ഉണ്ടാവും. അപ്പം അതിന് തടസ്സമായിട്ട് ഞാൻ കുറേ നേരം പ്രസംഗിക്കുന്നില്ല. ഞാൻ ആകെ 2 മണിക്കൂറേ പ്രസംഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ പ്രസംഗം വേഗം നിർത്തും. എന്നിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. MG കോളേജിൽ മുമ്പ് വന്നൊരു അനുഭവം കൂടെ എനിക്കായിരുന്നു. രതീഷിനെ ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അന്ന് എനിക്ക് ടീച്ചറേക്ക് കോളേജിൽ കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ മുമ്പ് വന്നപ്പോൾ അന്ന് ഈ പറഞ്ഞ MLA MP ആയിട്ടില്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ പുറത്തുനിന്ന് ആളെ കേട്ടാൽ എന്തോ പ്രയാസത്തിന്റെ പേരിൽ ഗേറ്റിന്റെ പുറത്ത് നിൽക്കേണ്ടി വന്ന ഒരു കാലത്തെ സംബന്ധിച്ചൊക്കെ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കൂടെ അല്ലാത്ത ഏതോ ഗേറ്റിൽ കൂടെ കയറി ആ പുറത്തിൽ കൂടെ അവിടെ വന്നു. പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ R ബിജുമോൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ താരം അനാർക്കലി മരിക്ക മുഖ്യാതിഥിയായിരുന്നു. ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി K വത്സരാജ്, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് MK വിനോദ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ K അനീഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ഡോക്ടർ K ജിതേഷ്, C ഗീത, സന്തോഷ് കുമാർ, ബെന്നി ജോർജ്, ഡോക്ടർ R ബിജുമോൻ, ജെയ്സ് റോയി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കാവുംപടി CHM ഹയർ സെക്കൻഡറി സ്കൂളും പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. CHM ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാൽ IPS സല്യൂട്ട് സ്വീകരിച്ചു. കാവുംപടി CHM ഹയർ സെക്കൻഡറി സ്കൂളും പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. ഉത്തമ പൗരനായി ജീവിക്കുമെന്നും അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കും
അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ കാവമ്പടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാൽ IPS സല്യൂട്ട് സ്വീകരിച്ചു. കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കത്തോടെ തല ഉയർത്തി നെഞ്ചു വിരിച്ച് കേഡറ്റുകൾ വിശിഷ്ടാതിഥിക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ കാഴ്ച ഈ പരേഡിന് ഏറെ അഭിമാനം നൽകുന്നു. ചടങ്ങിൽ DNO SPC അഡീഷണൽ സൂപ്രണ്ടന്റ് കണ്ണൂർ റൂറൽ MP വിനോദ്, പെരാവൂർ DYSP കീർത്തി ബാബു, ADNO SPC കണ്ണൂർ റൂറൽ പ്രസാദ് K, പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ HM ഇൻചാർജ് ശാലിനി KV, കാവമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂൾ HM മിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPIM കേളകം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. CPIM കേളകം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. കേളകം ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സദസ്സ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആ സമരം ഒരു വർഷക്കാലം നീണ്ടുപോകുന്നതിൽ അതിനാവശ്യമായ പ്രചോദനവും പിന്തുണയും പ്രോത്സാഹനവും ചെയ്യുന്നത് CPIM-ഉം അതുപോലെ തന്നെ കിസാൻ സഭ ഉൾപ്പെടെയുള്ള പാർട്ടി. അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ പ്രതിഫലനം ഉണ്ടാക്കി. കർഷക സമരം നടന്ന വടക്കേ ഇന്ത്യയിലെ ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെ BJP-യുടെ 38 സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് ഈ കർഷക സമരം നടന്ന പ്രദേശങ്ങളിലാണ്. CPIM ഇടപെട്ടിട്ടുണ്ട് കർഷക സമരത്തെ രൂക്ഷപ്പെടുത്താൻ വേണ്ടി. അവസാനം 3 നിയമം പാർലമെന്റിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ കാർഷിക മേഖല കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് ആ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി സാഷ്ടാംഗം നമസ്കരിച്ച് ഈ നിയമം പിൻവലിക്കുമെന്ന് പറയേണ്ടി വന്നു. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ആ സമരത്തിന് സാധിച്ചു. BJP-യുടെ അഴിമതി നിറഞ്ഞ മുഖം ഈ രാജ്യത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടി വികൃതമാക്കിയത് CPIM-ആണ്. 2017 BJP ഒരു നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നു. മൈഥിലി രമണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV പ്രഭാകരൻ, CT അനീഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP ഷാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ റാങ്ക് ജേതാക്കൾ, മറ്റ് പുരസ്കാരങ്ങൾ നേടിയവർ എന്നിവരെ അനുമോദിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പെരുമ്പുന്ന ഗവൺമെന്റ് LP സ്കൂളിൽ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പലഹാരമേള സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ശങ്കരൻ നമ്പൂതിരി പലഹാരമേള ഉദ്ഘാടനം ചെയ്തു. പെരുമ്പുന്ന ഗവൺമെന്റ് LP സ്കൂളിൽ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പലഹാരമേള സംഘടിപ്പിച്ചു. കുട്ടികൾ വീടുകളിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഹെഡ്മാസ്റ്റർ ശങ്കരൻ നമ്പൂതിരി പലഹാരമേള ഉദ്ഘാടനം ചെയ്തു. മറ്റ് അധ്യാപകർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാടിനൊരു കരുതൽ. ദുരിതബാധിതരായ വയനാട് ജനതയെ സഹായിക്കുന്നതിനായി ഇരിട്ടി ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രജനി നിർവഹിച്ചു.
വയനാടിനൊരു കരുതൽ. ദുരിതബാധിതരായ വയനാട് ജനതയെ സഹായിക്കാനായി ഇരിട്ടി ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു. പ്രകൃതി ദുരന്തത്തിൽ നമുക്കറിയാം വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ള തീരാ ദുഃഖത്തിലേക്ക് ഓരോ കുടുംബവും ചില കുടുംബങ്ങൾ പാടെ ഇല്ലാതായ ഒരു അവസ്ഥ, കിടപ്പാടം വരെ നഷ്ടപ്പെട്ട് അങ്ങനെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അവർക്കൊരു കൈത്താങ്ങാവാൻ വേണ്ടി, അവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി, അല്ലെ അവരെ ഒന്ന് കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംഘടനകൾ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം വിവിധ സംഘടനകൾ, ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ഇതിന്റെ പിറകിലുണ്ട്. നമുക്കറിയാം ആക്രി പെറുക്കിക്കൊണ്ടും ഇതുപോലെ ചലഞ്ച്, ബിരിയാണി ചലഞ്ചൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും അവർക്കൊരു കൈത്താങ്ങായി ചേരുന്നതിന് വേണ്ടി നമുക്ക് ഈ ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ഏറ്റെടുത്തതിൽ ആദ്യം തന്നെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാടിൽ ഒരാപത്ത് വരുമ്പോൾ സഹായിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയും അവരെ സഹായിക്കാനുള്ള മനസ്സും സന്നദ്ധതയും ഒക്കെ ഉണ്ടായ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തകൻ യജീദ് ആറളം ആദ്യ വിൽപ്പനയായി ബിരിയാണി ഏറ്റുവാങ്ങി. ജയ്ഹിന്ദ് പ്രസിഡന്റ് പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഷാനിദ് പുന്നാട്, എം അജേഷ്, ഷൈജൻ ജേക്കബ്, ജോബിഷ് പോൾ, തോമസ് വർഗീസ്, കെ ബാലകൃഷ്ണൻ, ഹനീഫ കാരക്കുന്ന്, നിതിൻ PV, അഖിൽ പുതുശ്ശേരി, പി രജീഷ്, CK മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മാലൂർ പനമ്പറ്റ പച്ചക്കറി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ തോലമ്പ്ര പുരളിമലയിൽ കൃഷി ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മാലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെമ്പാടൻ ജനാർദ്ദനൻ നിർവഹിച്ചു. മാലൂർ പനമ്പറ്റ പച്ചക്കറി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ തോലമ്പ്ര പുരളിമലയിൽ കൃഷി ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകല സത്യന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെമ്പാടൻ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തത്. ഒരേ വിള ഉണ്ടാക്കുമ്പോൾ, ഉദാഹരണത്തിന് വെള്ളരി ഉണ്ടാക്കുമ്പം കിൻഡൽ എത്ര കിൻഡൽ ഉണ്ടാക്കുമ്പോൾ അതിനെ പറിച്ച് അവരെ വിളവെടുത്ത് കണ്ടാൽ വിളവെടുത്ത് വിറ്റ് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഒരു പ്രയാസം കൃഷിക്കാർക്ക് അനുഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായി മാർക്കറ്റ് വില കിട്ടിയാൽ മാത്രമേ നമുക്ക് വീണ്ടും താല്പര്യം ഉണ്ടാവും. ആ നിലയിൽ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഒരു വിഷരഹിത പച്ചക്കറി എന്ന നിലയിലാണ് എല്ലാം കാണുന്നത്. പുറത്തുനിന്ന് ഇറക്കുന്നത് വലിയ തോതിൽ പച്ചക്കറിയാണ് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വലിയ മാർക്കറ്റുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിക്ക് വില കുറച്ച് കിട്ടുമ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് വില കൂടുതൽ വിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. കുറച്ചും കൂടി നല്ല പച്ചക്കറിയാണ് നമുക്ക് വിഷരഹിത പച്ചക്കറിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി വില കൂട്ടി വിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ ജീവിത ചെലവ്, നമ്മൾ ഈ കൃഷി ചെലവെല്ലാം വൻതോതിൽ വർദ്ധിച്ച കാലത്ത് നമുക്ക് ആ നില ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു മത്സരത്തോടു കൂടിയാണ് മാർക്കറ്റിൽ ഇടവേണ്ടി വരുന്നതെന്ന് പ്രയാസം നിലനിൽക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക, തൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനെങ്കിലും കൃഷി ഇറക്കുക എന്നൊരു മുദ്രാവാക്യമാണ് നമ്മൾ പൊതുവെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ വീട്ട് അടുക്കള തോട്ടം എന്ന് പറയുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും, നിങ്ങൾ ഒരുപാട് കർഷക തൊഴിലാളികൾ, കൃഷിക്കാരുണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അവർക്കെല്ലാം തൻ്റെ വീട്ടിന് ആവശ്യമായ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്തായാലും സാധിക്കും. ചെറിയൊരു 2 സെന്റ് ആയാലും 3 സെന്റ് ആയാലും പിന്നെ വീടിൻ്റെ വടക്ക് വശത്തൊക്കെ നമുക്ക് നട്ട് അവനവന് ആവശ്യമായ പച്ചക്കറി നടുവ് ഒരു പ്രയാസം ഉണ്ടാവില്ല. അതിന് മുൻകൈ എടുക്കണം, അതിനെക്കുറിച്ച് സമയം കണ്ടെത്തണം എന്നതാണ് നമ്മളിതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്. നല്ല വിളവാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല മാർക്കറ്റ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് പൊതുവേ മോശമായിട്ടില്ല. അപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷം. ഈ ക്ലസ്റ്റർ രൂപീകരിച്ചത് മുതൽ വലിയ തോതിൽ നമ്മൾ പഞ്ചായത്തിൽ കൃഷി നടത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നെല്ലുൽപാദന ഇതുമായി ബന്ധപ്പെട്ട് അവർ മിഷൻ തന്നെ ഇറക്കി. തൊഴിലാളികൾ കിട്ടാതെ പ്രയാസം വന്നു. പേരാവൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാജശ്രീ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M പ്രഭാകരൻ, N സഹദേവൻ, ശ്രീജ മേപ്പാടൻ, പച്ചക്കറി ക്ലസ്റ്റർ പ്രസിഡന്റ് M നാരായണൻ, സെക്രട്ടറി V സത്യൻ, കൃഷി ഓഫീസർ ഷിനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 2013 ആരംഭിച്ച പനമ്പറ്റ പച്ചക്കറി ക്ലസ്റ്റർ 25 ഏക്കറിലാണ് വിവിധ സ്ഥലങ്ങളിലായി പച്ചക്കറി കൃഷി ഉൾപ്പെടെ ചെയ്യുന്നത്. തോലമ്പ്ര പുരളിമലയിൽ 5 ഏക്കറിൽ കൃഷി ചെയ്ത വിവിധതരം പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടന്നത്. പയർ, കക്കിരി, വെള്ളരി, മത്തൻ, ഇളവൻ, വെണ്ട, പച്ചമുളക് തുടങ്ങിയവയാണ് വിളവെടുത്തത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി, കീർത്തി മഹിളാ സേവാ സംഘത്തിൻ്റെയും കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെയും സഹകരണത്തോടെ എടൂർ മെൻസ ക്രിസ്റ്റി ഹാളിൽ ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ തോമസ് വടക്കേമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെയും TSSS കീർത്തി മഹിളാ സേവാ സംഘത്തിന്റെയും കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ
എടൂർ മെൻസാ ക്രിസ്റ്റി ഹാളിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. TSSS എടൂർ യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് വടക്കേമുറി ഉദ്ഘാടനം ചെയ്തു. പുതിയ വൈറസ് അല്ലെ പുതിയ രോഗം, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലാത്ത രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളുമാണ് നമ്മൾ വായിക്കുന്നത്. അത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയുടെ ജീവിതശൈലി, ആഹാരശൈലിയുടെ ഒക്കെ ഒരു പരിധിവരെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒരു പരിധിവരെ ഹൈജീനിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണങ്ങളും മറ്റുമൊക്കെയായിട്ട് ഇത് പോകുന്നുണ്ട്. അതിനൊക്കെ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ മലബാർ ഗോൾഡ് ഡയമണ്ട് അവരുടെ CSR പ്രോജക്റ്റിൻ്റെ വകയായിട്ട് അവരിങ്ങനെ ഗ്രാമാന്തരങ്ങളിലൂടെ അവരുടെ വാഹനങ്ങൾ കൊണ്ടുചെല്ലുകയും ഇക്ര ആശുപത്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് പരിശോധനകളും അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളുമൊക്കെ കൊടുക്കുന്ന ഒരു നല്ല സംരംഭമാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മുടെ ഈ എടൂർ യൂണിറ്റിലെ MS പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ TSSനോട് സഹകരിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തപ്പോൾ ഇതൊരു വിജയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 10-60 പേരോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിങ്ങനെ വന്നും പോയിരിക്കുകയുള്ളൂ. ഒരു വലിയ ക്രൗഡ് നിങ്ങളിവിടെ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ആർളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് സന്ധ്യാകുളം അധ്യക്ഷത വഹിച്ചു. റൂബി കുര്യൻ, സിബി, മേരി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. കൊളക്കാടിലെ ആലക്കാത്തടത്തിൽ മൈക്കിൾ എന്ന മിനിയാച്ചൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഭാര്യ അന്നമ്മ, ചിന്നമ്മ, ബേബി, തങ്കച്ചൻ, മേരിക്കുട്ടി, തോമസ്, ബീന, സജി, ഷാജി എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച 2 മണിക്ക് ഏലപ്പീടിക സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. കോടഞ്ചാൽ വേക്കളത്തെ കക്കാടൻ കണ്ടി നാരായണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ അനന്തൻ, രാജു, രമേശൻ, പരേതയായ ഉഷ എന്നിവർ മക്കളാണ്. എടയാറിലെ അമ്പിളി വില്ലയിൽ കാരായി അശോകൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഭാര്യ ഗീത, മകൻ അനുരാഗ്. കേളകം മഞ്ഞളാമ്പുറത്തെ UP സ്കൂൾ റിട്ടയർഡ് അധ്യാപകനും SNDP യോഗം കേളകം ശാഖയുടെ ആദ്യകാല പ്രസിഡന്റുമായിരുന്ന മഞ്ഞളാമ്പുറത്തെ വിജയഭവൻ M വിജയൻ മാസ്റ്റർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഭാര്യ ശ്യാമള. മക്കൾ വിജയഗാന്ധീപം, വിജയരാഗം, വിജയസാരഥി. സംസ്കാരം ബുധനാഴ്ച 3 മണിക്ക് വീട്ടുവളർത്തും. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 232, പേരാവൂർ 233, കൊട്ടിയൂർ 233. റബ്ബർ ലോട്ട് ഇരിട്ടി 212, പേരാവൂർ 223, കൊട്ടിയൂർ 223. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 120, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 615, കൊട്ടിയൂർ 610. കൊട്ടടിക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6695, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. കണിച്ചാർ ചാണപ്പാറയിൽ കടമൂരിൽ പാനികുളം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതിപിടിയിൽ. തിരുവനന്തപുരം വിളക്കോട് സ്വദേശി പ്രേംജിത്ത് ലാലാണ് പിടിയിലായത്. ആർളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കുരങ്ങുകളെ ചത്തനിലയിൽ കണ്ടെത്തി. വയനാട് കരിന്തളം 400 kV ലൈൻ KSEB പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജ് സ്വീകാര്യമല്ലെന്ന് സംയുക്ത ആക്ഷൻ കൗൺസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.